കാരുണ്യവാനായ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ വിരലുകൾക്കിടയിലാണ് മനുഷ്യരുടെ ഹൃദയങ്ങളെല്ലാം. യഖ്ലിബുഹാ കൈഫ യശാ, എങ്ങനെ വേണമെങ്കിലും ആ ഹൃദയങ്ങളെ മറിച്ചിടാൻ അല്ലാഹുവിന് കഴിയും. നമുക്കൊരിക്കൽ ഇഷ്ടം തോന്നിയ ആളോട് പിന്നെ വെറുപ്പ് തോന്നും, വെറുപ്പ് തോന്നിയിരുന്ന ആളുകളോട് പിന്നീട് ഇഷ്ടം തോന്നും, ചിലപ്പോൾ ഒന്നും തോന്നിയില്ല എന്ന് വരും. മനുഷ്യരങ്ങനെയാ, അങ്ങനെയല്ലേ? അതുകൊണ്ടാണ് മനുഷ്യന്മാർ കുറെ പുകഴ്ത്തി പറയുമ്പോൾ പൊങ്ങാൻ നിൽക്കേണ്ട. കാരണം കുറച്ചു കഴിഞ്ഞാൽ അവരെന്നെ താഴ്ത്തി പറയും ചെയ്യും. അപ്പൊ എന്ത് ചെയ്യാ? പൊങ്ങാണ്ടിരിക്കുക. മനുഷ്യന്മാർ അങ്ങനെയാ. ഒരാവേശത്തിലേക്ക് എന്തൊക്കെയോ പറഞ്ഞെന്ന് വരും, കുറച്ചു കഴിഞ്ഞാൽ ആവേശമൊക്കെ പോയാൽ ചവിട്ടി തേക്കും ചെയ്യും. ഇത് മനുഷ്യന്റെ പ്രകൃതമാണ്. കാരണം ഹൃദയങ്ങളെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. യഖ്ലിബുഹാ കൈഫ യശാ, അതെങ്ങനെ വേണമെങ്കിലും മറിച്ചിടാൻ അല്ലാഹുവിന് കഴിയും. അതുകൊണ്ടാണ് പുണ്യനബി തങ്ങൾ പറഞ്ഞത്, ലോകത്തെ മനുഷ്യരുടെ മുഴുവൻ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി മനുഷ്യർക്ക് ഇഷ്ടമുള്ളത്, അവർക്കെന്താണോ വേണ്ടത്, അള്ളാന്റെ ഇഷ്ടമല്ല, അതിന് വിപരീതമായ മനുഷ്യരുടെ ഇഷ്ടങ്ങളൊക്കെ ചെയ്ത് നിന്റെ ചുറ്റുവട്ടത്തുമുള്ള ആളുകളെയൊക്കെ നീ സന്തോഷിപ്പിക്കാൻ തുനിഞ്ഞിട്ടും കാര്യമില്ല. അവരുടെ ഹൃദയങ്ങളിൽ നിങ്ങളോടൊരു സ്നേഹമുണ്ടാക്കി തരുന്നത് പടച്ചവനാ. അതുകൊണ്ട് ഇതൊക്കെ വിട്ടിട്ട് ആ മേലെയുള്ള പടച്ചവനങ്ങ് സന്തോഷിപ്പിച്ചാൽ ഇവരൊക്കെ ഓട്ടോമാറ്റിക്കലി റെഡിയാവുന്നു. അപ്പൊ നമ്മള് നിസ്കാരവും മെഹറാജിന്റെ വലിയൊരു സമ്മാനം നിസ്കാരമാണ്. നിസ്കാരവും നമ്മുടെ സുശീലങ്ങളും സത്യസന്ധതയും നമ്മുടെ സൽസ്വഭാവവും നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ അദ്കാറുകളും ഹബീബിന്റെ മേൽ ചൊല്ലുന്ന സ്വലാത്തുകളും ഇതൊക്കെ നിർത്തിവെച്ചിട്ട് ആളുകൾക്ക് വേണ്ടി കോലം കെട്ടാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. അതുകൊണ്ടൊന്നും ആൾക്കാർ ഇഷ്ടപ്പെടൂല. കാരണം എന്തേ? ജനങ്ങളെ കൽബിൽ മഹബ്ബത്ത് നൽകുന്നത് അള്ളാഹു ചെയ്യുന്ന പണിയാണ്. പടച്ചോൻ ഇഷ്ടപ്പെടുത്തിയാലേ അള്ളാഹു അത് ചെയ്തു തരികയുള്ളൂ. സുബ്ഹാനല്ലാഹ്. എല്ലാം പടച്ചവന്റെ നിയന്ത്രണത്തിലാണ് ഈ ലോകത്ത്. വല്ലാത്തൊരു അത്ഭുതമാണ്. സ്നേഹവും വെറുപ്പും മഹബ്ബത്തും കുറുഹും എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്.